അടുത്തൊരു ക്വസ്റ്റ്യൻ. There are 3 red ball and 7 green balls in a bag. ഒരു ബാഗിൽ അല്ലെങ്കിൽ ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തും ഉണ്ട്. ഓക്കെ, red and 7 green ball in another. മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ച പന്തും. What is the probability of getting a red ball from the first bag? ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാവാനുള്ള സാധ്യത എന്താണ്? From the second bag, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ? If all balls are put in a single bag, ഒരു രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി, what is the probability of getting a red ball from it? അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാവാനുള്ള സാധ്യത എന്താണ്? Okay, there are 3 red balls and 7 green balls in a bag. ഒരു ബാഗിൽ, അപ്പൊ ഒരു ബാഗിൽ 3 റെഡും 7 ഗ്രീനും, നിങ്ങൾക്ക് ഇവിടെ കാണാം 3 റെഡ് 7 ഗ്രീനും. മറ്റൊരു ബാഗിൽ 8 റെഡും 7 ഗ്രീനും. ഒന്നാമത്തെ ബാഗിൽ 3 റെഡും 7 ഗ്രീനും, മറ്റൊന്നിൽ 8 റെഡും 7 ഗ്രീനും. അപ്പൊ ഒന്നാമത്തെ ബാഗിന്റെ ടോട്ടൽ എത്രയാ? 10 അല്ലെ? 7 3 10. രണ്ടാമത്തേന്റെ ടോട്ടൽ എത്രയാ? 15 അല്ലെ? 7 14 15. ഇനി നമ്മളോട് ആദ്യം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്? ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാവാനുള്ള സാധ്യത എന്താണെന്നാണ്. ആദ്യത്തെ നമ്മളുടെ എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത കാണാൻ ഇക്വേഷൻ? പോസിബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത. അപ്പൊ ഇവിടെ അനുകൂലം അല്ലെങ്കിൽ പോസിബിൾ ഔട്ട്കം എന്താണ് നമുക്ക് കിട്ടേണ്ടത്? റെഡ്. അത് ഒന്നാമത്തെ ബാഗ്. ഒന്നാമത്തെ ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 3. ഒന്നാമത്തെ ബാഗിൽ എത്ര ടോട്ടൽ പന്ത് ഉണ്ട്? ആകെ പന്ത് 10 എണ്ണം. അപ്പൊ 3/10. ഓക്കെ. Then from the second bag, രണ്ടാമത്തെ ബാഗിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് തന്നെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ബാക്കി തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 8 എണ്ണം. ടോട്ടൽ എത്ര പന്ത് ഉണ്ട്? 15 എണ്ണം. അപ്പൊ 8/15. ഇനി if all balls are put in a single bag, what is the probability of getting a red ball from it? രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാവാനുള്ള സാധ്യത എന്താണ്? അപ്പൊ 10ഉം 15ഉം ടോട്ടൽ എത്ര എണ്ണം വരും? ടോട്ടൽ റെഡ്, അതായത് ഈ ഒരു സഞ്ചിയിലുള്ള എല്ലാ പന്തുകളും ഇപ്പുറത്തെ സഞ്ചിയിലോട്ട് ഇടാണ്. ഇവിടെ ഓൾറെഡി 3 റെഡ് ഉണ്ട്, അതിലോട്ട് 8 റെഡ് കൂടിയും വരുമ്പോ 11 റെഡ്. ഓൾറെഡി 7 ഗ്രീൻ അവിടെ ഉണ്ട്, അതിലേക്ക് 7 ഗ്രീനും കൂടി വരുമ്പോ 14 ഗ്രീൻ ആയി. അപ്പൊ ടോട്ടൽ എത്രയായി? 25 ആയി. ഇവിടെ 10 എണ്ണവും ഇവിടുത്തെ 15ഉം കൂടിയും കൂടിയിട്ട് 25 എണ്ണമായി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ? ചുവന്നത് കിട്ടാൻ എത്ര ചുവപ്പ് ഉണ്ട്? 11 ചുവപ്പ്. അപ്പൊ 11/25. ഓക്കെ, അപ്പൊ റെഡ് കിട്ടാനുള്ള സാധ്യത 11/25.